ഹായ് എവരിവൺ, എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ. 2024 തീരാറാവുകയാണ്. ഇന്ന് ഈ വീഡിയോയില് നമുക്ക് 2024 ടോപ്പ് ഗ്രോസിംഗ് മലയാളം മൂവീസ് സിനിമകൾ ഏതൊക്കെയാന്ന് കാണാം. മലയാളം മൂവി ഇൻഡസ്ട്രി, അതായത് മോളിവുഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മൂവി ഇൻഡസ്ട്രിയാണ്. മലയാളം മൂവി ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ മൂവി വിഗതകുമാരൻ റിലീസ് ചെയ്യുന്നത് 1928, അതായത് 1928 ഇപ്പോൾ ഒരു ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ലോകമെമ്പാടും ആൾക്കാരെല്ലാവരും ഉറ്റുനോക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ഇൻഡസ്ട്രിയായി മലയാളം മൂവി ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു. അപ്പൊ 2024 എന്ന് പറയുന്നത് നമ്മുടെ മൂവി ഇൻഡസ്ട്രിക്ക് വളരെ കൊമേഴ്ഷ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ മലയാളം മൂവീസിന് വേണ്ടി ആന്റിസിപ്പേറ്റ് ചെയ്ത് അതായത് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം 2024 നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിൽ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് ഏൺ ചെയ്ത ഏതൊക്കെ മൂവീസ് നമുക്ക് കാണാം. നമ്പർ 10 നമുക്കുള്ളത് ബ്രഹ്മയുഗം. 2024 തുടക്കത്തിൽ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ഈ ഒരു മമ്മൂട്ടി പിക്ചർ എന്ന് പറയുന്നത് ഏകദേശം 50 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് റിലീസ് ചെയ്തത്. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു നോർമൽ പാറ്റേൺ നിന്ന് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ നടക്കുന്ന ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ആ തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ഹൊറർ ത്രില്ലർ ഫിലിമാണ്. ഇനി നമ്മുടെ ലിസ്റ്റില് 9ാമത്തെ പൊസിഷനിലുള്ളത് ടർബോ. ഈ ടർബോയും ശരിക്കും ഒരു മമ്മൂട്ടി ഫിലിമാണ്. ഈ ടർബോ റിലീസ് ആവുന്നത് മെയ് 2024 അതുപോലെ തന്നെ ഇത് ഏകദേശം 70 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിനിമയുടെ പ്രമേയം നോക്കിയാൽ ശരിക്കും ഇടുക്കിയിൽ നിന്നുള്ള ഒരു ജീപ്പ് ഡ്രൈവർ ജോസ് എന്ന് പറയുന്ന ഒരു ജീപ്പ് ഡ്രൈവറുടെ സ്റ്റോറിയാണ് ഈ ഒരു മൂവി പറയുന്നത്. ഇത് ശരിക്കും ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. നമ്പർ 8 നമ്മുടെ ലിസ്റ്റിലുള്ളത് ഒരു മിസ്റ്ററി ഫിലിമാണ്. ഈ മിസ്റ്ററി ഫിലിമാണ് കിഷ്കിന്ധാകാന്ഡം. ഈ കിഷ്കിന്ധാകാന്ഡം റിലീസ് ആവുന്നത് സെപ്റ്റംബർ 2024 ഈ പേര് പോലെ തന്നെ നമ്മുടെ രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, അതായത് കുരങ്ങന്മാരുടെ രാജ്യം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൂവിയുടെ പശ്ചാത്തലവും അങ്ങനെയുള്ള ഒരു നാടും അതിൽ നടക്കുന്ന സ്ട്രേഞ്ച് ഈവൻസും ആ സ്ട്രേഞ്ച് ഈവൻസിന്റെ ചുരുളഴിക്കാൻ വേണ്ടിയുള്ള അന്വേഷണവുമാണ് ഈ ഒരു സിനിമയുടെ പശ്ചാത്തലം. നമ്പർ 7 വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവി ഏപ്രിലാണ് റിലീസ് ആവുന്നത്. ഇതൊരു കോമഡി ഡ്രാമ ഫിലിമാണ്. വർഷങ്ങൾക്ക് ശേഷം ഡയറക്ട് ചെയ്യുന്നത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനാണ്. ഇത് ശരിക്കും 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. യാദൃച്ഛികമായി തമ്മിൽ കണ്ടുമുട്ടുകയും കൂട്ടുകാരാകുകയും പിന്നെ അവരുടെ ലൈഫിന്റെ സ്റ്റോറിയാണ് ഈ ഒരു മൂവി പറയുന്നത്. നമ്മുടെ ലിസ്റ്റില് 6ാമത് വരുന്നത് ഗുരുവായൂരമ്പല നടയിൽ. ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്നത് ഒരു പൃഥ്വിരാജ് ഫിലിമാണ്. ഇത് റിലീസ് ആവുന്നത് മെയ് 2024 ശരിക്കും ഇതൊരു ഫാമിലി ഒരു കോമഡി മൂവി എന്ന് നമുക്ക് പറയാം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത് ഈ ഒരു മൂവിയില് ക്ലൈമാക്സ് സീൻ, അതായത് ഗുരുവായൂരമ്പല നടയിൽ വെച്ച് നടക്കുന്ന ഒരു വിവാഹം ക്ലൈമാക്സ് ചിത്രീകരിക്കാൻ വേണ്ടി അവർ എൻ്റെയർ ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു ഫ്രണ്ട് പാർട്ട് അവർ സെറ്റ് ഇട്ടു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് അതേപോലെ തന്നെ അവർ സെറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൂവിയുടെ കളക്ഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 90 crores ആയിരുന്നു. നമ്പർ 5 നമ്മുടെ ലിസ്റ്റിലുള്ളത് ARM. ARM എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ റിലീസായ ഒരു ടൊവിനോ തോമസ് മൂവിയാണ് ARM. ശരിക്കും ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ്. അപ്പോൾ ഈ ഒരു മൂവി എടുക്കുകയാണെങ്കിൽ നോർത്ത് കേരളയിൽ ഒരു 1900, 1950, 1990 ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി പറയുന്ന മൂവിയാണ് ARM. നമ്പർ 4 നമ്മുടെ ലിസ്റ്റിലുള്ളത് പ്രേമലു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഫെബ്രുവരിയിലാണ് ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഇതിന്റെ കാസ്റ്റ് എന്ന് പറയുന്നത് പുതുമുഖങ്ങളാണ്. ഇനി ഈ ഒരു മൂവിയിലേക്ക് വരികയാണെങ്കിൽ വളരെ കോമഡി നിറഞ്ഞ സച്ചിന്റെ ലവ് സ്റ്റോറിയാണ് ഈ ഒരു മൂവി പറയുന്നത്. ശരിക്കും നമുക്ക് ഈ ഒരു മൂവി ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. ഈ മൂവിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹൈദരാബാദ്, മോസ്റ്റ്ലി ഹൈദരാബാദ് IT ടെക് ഫേം ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഇതും വളരെ രസകരമായിട്ടുള്ള ഒരു മൂവിയാണ് കാണാൻ. ഇനി നമുക്ക് ടോപ്പ് 3 മൂവീസ് ഏതൊക്കെയാന്ന് കാണാം. 3ാമത്തെ പൊസിഷനിൽ നമുക്കുള്ളത് ആവേശം. ആവേശം റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ 2024 ഇത് ശരിക്കും ഒരു ആക്ഷൻ കോമഡി ഫിലിമാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഫഹദ് ഫാസിലാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിന്റെ കാസ്റ്റിംഗ്. ഇനി നമ്മൾ മൂവിയുടെ പ്രമേയത്തിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും നമുക്കൊക്കെ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. 3 കൗമാരക്കാര് ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിനായിട്ട് വരുന്നതും അവരുടെ സീനിയേഴ്സിനുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നതും പിന്നെ അതിന്റെ റിവെഞ്ചിന് വേണ്ടി പ്രതികാരത്തിന് വേണ്ടി ഒരു ലോക്കൽ ഗുണ്ടയായ രംഗണൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ടയായ ഒരാളെ തേടുന്നതുമാണ് ഇതിന്റെ
ശരിക്കും ഒരു കഥാപ്രമേയം. വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആവേശം. ഇനി ആവേശത്തിന്റെ ഗ്രോസ് കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 156 കോടി രൂപയാണ് ഇതിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത്. നമ്പർ 2 നമ്മുടെ ലിസ്റ്റിലുള്ളത് ആടുജീവിതം, ദ ഗോഡ് ലൈഫ്. ആടുജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെന്യാമിന്റെ വളരെ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ബുക്ക്, ആടുജീവിതത്തിന്റെ തന്നെ ഒരു പരിവർത്തനമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇത് ശരിക്കും റിലീസ് ആവുന്നത് മാർച്ച് 2024 പൃഥ്വിരാജാണ് മെയിൻ ആക്ടർ. ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിൽ പലരും കേരളത്തിൽ നിന്ന് അറേബ്യൻ കൺട്രീസിലേക്ക് ജോലി തേടിപ്പോവും. അപ്പൊ അങ്ങനെ ജോലി തേടിപ്പോയ ഒരു മനുഷ്യന്റെ സ്റ്റോറി, ഒരു കഥയാണ് ഈ ഒരു മൂവി പറയുന്നത്. അപ്പൊ ജോലി തേടിപ്പോയ ആൾക്ക് എന്ത് സംഭവിച്ചു, ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ജോലി കിട്ടാതെ അയാൾ കടന്നുപോയ അനുഭവങ്ങളാണ് ഈ ഒരു ഇത് പറയുന്നത്. ശരിക്കും നമ്മുടെ പലരും അറേബ്യൻ കൺട്രീസിൽ ഇങ്ങനെ ജോലി തേടി പോകുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് എപ്പോഴും ഒരു ഹാപ്പി ആയിരിക്കണം എന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് സത്യാവസ്ഥകൾ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു മൂവി. പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് മറ്റ് പല കൺട്രീസിലും നെറ്റ്ഫ്ലിക്സിലും മോസ്റ്റ് വ്യൂഡ് മൂവിയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്നത്. ആടുജീവിതം ഏകദേശം 158 കോടിയോളം ഏൺ ചെയ്തിട്ടുണ്ട്. 158 crore ആണ് ഇതിന്റെ ഗ്രോസ് ഏണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ടോപ്പ് 1 ഏത് മൂവിയാണ് ഏറ്റവും അധികം കളക്ട് ചെയ്തത് അല്ലെ? ശരിക്കും നമ്മുടെ ലിസ്റ്റിൽ നമ്പർ 1 വരുന്നത് മഞ്ഞുമൽ ബോയ്സ്. സോ മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു സർവൈവൽ ത്രില്ലർ ഫിലിമാണ്. ശരിക്കും ആ ഒരു ജോൺറ അത് വളരെ നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂവി ശരിക്കും റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി 2024 ഈ മൂവിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ഓണത്തിന് ട്രിപ്പ് പോകുന്ന 10 ഫ്രണ്ട്സിന്റെ കഥയാണ് ഇത് പറയുന്നത്. അപ്പൊ കൊടൈക്കനാലിൽ ഇവർ പോകുമ്പോൾ ഇവർ ഗുണ കേവ്സ് എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്നപ്പോൾ അതിൽ ഒരു ഫ്രണ്ട് ആ ഒരു ഗുഹയിൽ വീഴുകയും അപ്പൊ ബാക്കിയുള്ളവര് അവരുടെ പ്രതീക്ഷ കൈവിടാതെ എങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കഥാപ്രമേയം. നമുക്ക് ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന വളരെ പിടിച്ചിരുത്തുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണിത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ഫ്രണ്ട്സും ഈ നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും സംഭവിച്ചതാണ്. ഈ മൂവി ഏകദേശം 200 കോടിയിൽ അധികം ശരിക്കും ഏൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ശരിക്കുള്ള നമ്പർ എന്ന് പറയുന്നത് 241 crore ആണ് ഇതിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത കുറച്ച് മൂവീസ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഡിസംബറിൽ റിലീസ് ചെയ്ത മാർക്കോ അല്ലെങ്കിൽ ബാരോസ് ഇങ്ങനെയുള്ള മൂവീസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാര്യം അതൊക്കെ ഇനിയും നമ്മൾ അതിന്റെ പെർഫോമൻസ് കാണേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചാൽ ഇതാണ് എന്റെ ലിസ്റ്റ്. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഇഷ്ടമായോ? ഏതെങ്കിലും ഒരു സിനിമ ഞാനിതിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.